വളരെ സിമ്പിളായിട്ട് നല്ല രുചിയുള്ള ഒരു സ്പൈസി മാഗി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ 2 പാക്കറ്റ് മാഗിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത്. പാക്കറ്റിൽ നോക്കിയാൽ മതി. അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ 2 പാക്കറ്റ് ആ ഒരു മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഒരു 10-12 രൂപേൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, ആ പാക്കറ്റാണ് 2 എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതേ 2 പാക്കറ്റ് മാഗി ചേർത്ത് കൊടുക്കുക. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓരോ മാഗിക്കും ഓരോ അളവായിരിക്കും ഉണ്ടാവുക. അത്രയും തന്നെ എടുക്കാൻ നോക്കുക. എന്നാലേ കറക്റ്റ് നമുക്ക് വേഗം വറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പം തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും വെള്ളത്തിൽ. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ലാസ്റ്റ് ചേർക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ നന്നായിട്ട് മാഗിയിൽ പിടിച്ചോളും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മാഗി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത്, വേറെ ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരുപാട് കളർ മാറേണ്ട. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല, നല്ല കളറും ഉണ്ടാവും. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരിട്ട് എണ്ണയിലിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് സോയ സോസ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ. നല്ലൊരു കളറും ചെറിയൊരു എരിവും ഒക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് വെള്ളം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വറ്റിയിട്ട് വരും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിൽ. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഫോട്ടോയിൽ ഭംഗിയിരിക്കട്ടെ വെച്ചിട്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൂടെ ഒരു ബുൾസയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.